പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടട്ടെ. കൃപാലുവായ ദൈവത്തിൻ്റെ നിസ്തുല്യമേറിയ ആ സ്നേഹത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ചെറിയ സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ദൈവശബ്ദം ശ്രദ്ധിച്ചാലും ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന വിഷയം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. കരുതുന്ന ദൈവം എന്ന ആ ശബ്ദത്തിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ശ്രവിച്ചാൽ നിശ്ചയമായിട്ട് ഈ തിരുവചനത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ പരിപൂർണമായ ദൈവീയ സന്തോഷവും ദൈവീയ വിടുതലും ദൈവീയ ശക്തിയും ദൈവീയ സൗഖ്യവും ഇന്ന് നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. നമുക്കതിനു വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചന ഭാഗം വായിക്കാം. വേദപുസ്തകത്തിൽ പുതിയ നിയമപുസ്തകത്തിലെ പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം എൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. വളരെ അർത്ഥവത്വവും വളരെ ചിന്താതീതമായിരിക്കുന്ന തിരുവചനമാണ് പത്രോസിൻ്റെ ഈ 1-ാം ലേഖനം. പത്രോസിൻ്റെ ജീവിത ചരിത്രം നമുക്ക് വളരെ ശക്തമായിട്ട് അറിയാം. ഞാനിന്ന് അതിലേക്കൊന്നുമല്ല നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. നമുക്കറിയാം, ഒരു മാതാവും പിതാവും അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് വേണ്ടി അവർ കരുതുന്നു. മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നു. മക്കൾ അവരുടെ ആയിരിക്കുന്ന മാതാപിതാക്കളുടെ പ്രായാധിക്യത്തിൽ അവർക്ക് വേണ്ടി കരുതുന്നു. രാജ്യത്തിനു വേണ്ടി. അങ്ങനെ ഏത് സമസ്ത മേഖലകൾ എടുത്തു നോക്കിയാലും കരുതൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മാനുഷ്യ കരുതലുകളും മാനുഷ്യ സംരക്ഷണങ്ങളെല്ലാം അറ്റുപോകുന്ന ഒരു സാഹചര്യം വരും. അപ്പൻ മക്കളെ ഉപേക്ഷിക്കുന്ന കാലം, അമ്മ മക്കളെ ഉപേക്ഷിക്കുന്ന കാലം, മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന കാലം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ചിതറിക്കുന്ന കാലം, എന്തിനേറെ പറയുന്നു രാജ്യങ്ങളിൽ ചിതറുന്ന കാലം. ഇങ്ങനെ പല മേഖലകളിൽ കൂടിയാണ് ഈ കാലഘട്ടം നാം കടന്നു പോകുന്നത്. എവിടെയും നമുക്ക് ആരുടെയും കരുതൽ സുരക്ഷിതമല്ലാതിരിക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾ സുരക്ഷിതരായി മാറുന്നില്ല. അല്ലെങ്കിൽ സമൂഹം, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, ഗുരുക്കന്മാർ, ആരും ഒരു മേഖലകളിലും ആർക്കും ഒരു സുരക്ഷിതമല്ലാതെ വരുമ്പോൾ ആരുടെയും കരുതൽ ആർക്കും സ്തോത്രം അനുഭവിക്കാൻ ആരുടെയും കരുതലിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാതെ വരുന്ന കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ പത്രോസ് എഴുതിയ വേദപുസ്തകത്തിലെ പത്രോസ് എഴുതിയ ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധാധികമാകണം. നമുക്ക് കരുതുന്ന ഒരു ദൈവം, ദൈവത്തിൻ്റെ കരുതൽ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരുടെയെല്ലാം കരുതൽ നമ്മുടെ ജീവിതത്തിൽ അന്യപ്പെട്ടു പോയാലും നമ്മെ എന്നേക്കും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതൽ. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ വായിക്കുമ്പോൾ അബ്രഹാമിന് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയും. അബ്രഹാമിന് വേണ്ടി കരുതുന്ന ദൈവം എവിടാണ്? മോരിയ മലയുടെ മണ്ടയിൽ അബ്രഹാം തൻ്റെ ഏകജാതനായ മകനുമായി ഇസാക്കുമായി യാഗത്തിനായി കടന്നു പോകുമ്പോൾ തൻ്റെ മകനെ യാഗം കഴിപ്പാൻ അവൻ ഭാര്യയോട് പറയാതെ, വീട്ടുകാരോട് പറയാതെ, നാട്ടുകാരോട് പറയാതെ, പുരോഹിത വംശങ്ങൾ ആരോടും പറയാതെ ദൈവം കൊടുത്ത അരുളപ്പാടനുസരിച്ച് യാഗവസ്തുവാകുവാനുള്ള മകനോട് പോലും പറയാതെ, കൂടെ വിറക് ചുമന്നവരും കൂടെ യാത്ര ചെയ്ത ബാല്യക്കാരോട് പറയാതെ പർവ്വതത്തിലേക്ക് ചുമന്ന് വിറകും കത്തിയും തീയുമായി സ്തോത്രം നടന്നു കയറുന്ന മകന്റെ ചോദ്യത്തിനു മുമ്പിലും അവനോടും പറയാതെ യാത്ര ചെയ്ത അബ്രഹാമിന് വേണ്ടി ദൈവം മോരിയ മലയുടെ മണ്ടയിൽ ഒരു ആട്ടിൻകുട്ടിയെ കരുതിയ ദൈവം. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എല്ലാ കരുതലും അന്യാധീനപ്പെട്ടു പോയി നീ വിശ്വസിക്കുമ്പോൾ, അല്ലെ ഇനി എനിക്കൊരു കരുതലിന്, അല്ലെ ആരും എനിക്ക് എൻ്റെ കൂടെയില്ല, ആരും എന്നെ സഹായിപ്പാനില്ല, മരുന്ന്, ഡോക്ടർമാർ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, അല്ലെങ്കിൽ കൂടെ മരണം വരെ ജീവിക്കാം ഉടമ്പടി ചെയ്ത് ഉഭയസമ്മതം ചെയ്തിറങ്ങിയ ഭാര്യ, ഭർത്താവ്, അങ്ങനെ സകല ബന്ധങ്ങളിലെയും കരുതലുകൾ അന്യാധീനപ്പെട്ട് ആരും ഇനി കരുതുവാൻ
ഇല്ല എന്നും, ഈ ജീവിതത്തിൽ മടുപ്പ് തോന്നി മരണത്തെ മുൻപിൽ സ്തോത്രം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ, ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആരും കാണാതെ, പർവ്വതം അറിയാതെ, താഴ്വരകൾ അറിയാതെ, ബാല്യക്കാർ അറിയാതെ, സഹോദരങ്ങൾ അറിയാതെ, ബന്ധുമിത്രങ്ങൾ അറിയാതെ, ദേശം അറിയാതെ, മനുഷ്യന്റെ ഹൃദയത്തിലോ മനുഷ്യ ചെവിയിലോ സ്തോത്രം അറിവ് കിട്ടാത്ത ഒരു കരുതുന്ന ദൈവത്തിന്റെ കരുതൽ ഇന്ന് എന്നെയും നിന്നെയും തേടി വന്നിട്ടുണ്ട്. ആ കരുതലിന്റെ ഉള്ളിൽ കയറുവാൻ നാം ഇന്ന് പകൽ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ട് ഈ വചനത്തിന്റെ ശക്തി അധികാരതയോടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം നോക്കൂ, സ്തോത്രമിലെ ആശ്രയറ്റവളായി സ്വന്തം ഭർത്താവിന്റെ ഭവനത്തിൽ നിന്ന്, യജമാനന്റെ വീട്ടിൽ നിന്ന്, യജമാനത്തിയുടെ സ്തോത്ര ശബ്ദത്തിന് മുൻപിൽ ഭയകുലയായിക്കൊണ്ട് സ്തോത്രം തന്റെ യജമാനനാൽ ജനിക്കപ്പെട്ട മകനുമായി ഇറങ്ങിത്തിരിക്കുന്ന ആഹാർ സ്തോത്ര താഴ്വരകൾ അവൾ താണ്ടിക്കടന്നു, പച്ചപ്പുൽമേടുകൾ താണ്ടിക്കടന്നു, അരുവികളും സ്തോത്രം ഉറവയുള്ള ആയിരിക്കുന്ന തീരങ്ങളെല്ലാം താണ്ടിക്കടന്നു. ഇപ്പോൾ ബെർശബ മരുഭൂമിയിലെത്തിയിരിക്കുന്നു. മരുഭൂമിയിലെ യാത്രയിൽ കയ്യിലിരിക്കുന്ന അപ്പവും വെള്ളവും തീർന്നു. കൂടെ നിൽക്കുന്ന പൈതലും സ്തോത്ര വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും മരണത്തോടടുത്ത് മരണത്തിന്റെ നിലവിളി വീഴുമ്പോൾ ആ മരണം കാണുവാൻ ത്രാണിയില്ലാതെ, ആ മരണത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സ്തോത്രമല്ലേലൂയ മനക്കരുത്തില്ലാതെ തന്റെ കുഞ്ഞിനെ സ്തോത്രം മരുഭൂമിയിൽ കുറിച്ചെടിയിൽ തുണലിട്ടിട്ട് ഒരമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന് കരയുന്ന കരച്ചിലിന്റെ മുമ്പിൽ സ്തോത്രമല്ലേ മരണം കാണുന്ന ഒരു അമ്മ കരയുമ്പോൾ, മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് മരണത്തിന്റെ കരുനിഴലുകൾ ശരീരത്തെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മരണത്തിന്റെ വെപ്രാളത്തുള്ള കരച്ചിൽ, ആ കുഞ്ഞിന്റെ കരച്ചിൽ, മരുഭൂമിയിൽ നിന്ന് കരയുന്ന കരച്ചിലിന്റെ ശബ്ദങ്ങൾ ഉയരത്തിലെ ദൈവം കേട്ട് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആഹാറിന് വേണ്ടി ഒരു ഉറവയെ തുറന്നു കൊടുത്ത് അവളെ തലമുറയെയും കരുതിയൊരു ദൈവം ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും കരുതുവാൻ അവൻ വിശ്വസ്തനാണ്. മാതാവേ, പിതാവേ, സഹോദരി, സഹോദര, ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ കരുതലെന്നും എനിക്കിനി രക്ഷയില്ല. കടങ്ങളും കടബാധ്യതകളും ജീവിതത്തിൽ ജോലി നഷ്ടപ്പെട്ട്, എന്തിനേറെ പറയുന്നു, സ്നേഹിക്കുന്നവർ, സ്നേഹബന്ധങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ നിരാശയുടെ ഒട്ടുകൂടി യാത്ര ചെയ്യുന്നെങ്കിൽ ആ കാറിന് വേണ്ടി ഇരിപ്പിടത്തിൽ ഒരു ഉറവ തുറന്ന് അവളെ തലമുറയെ കരുതിയവൻ ഇന്ന് നമ്മെ കരുതുവാൻ ശക്തനാണ്. സ്തോത്രമല്ലേ. നോക്കൂ, ഉൽപ്പത്തി 45-ാം അധ്യായം 2-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ, യാക്കോബിനും തന്റെ ഭവനത്തിനു വേണ്ടി ദൈവം കരുതി. യാക്കോബിനും തന്റെ ഭവനത്തിനു വേണ്ടി ദൈവം കരുതി. കരുതൽ നഷ്ടപ്പെട്ട യാക്കോപ്പന്റെ ഭവനത്തിലെ കരുതൽ, അമ്മയുടെ ഭവനത്തിലെ കരുതൽ, സഹോദരന്റെ കരുതൽ എല്ലാം നഷ്ടപ്പെട്ടവനായി സ്തോത്രം ഓടിയ യാക്കോബിന് ചെന്ന് കയറിയ ലാബാന്റെ ഭവനത്തിലും അവിടെയും കരുതലുകളെല്ലാം നഷ്ടപ്പെട്ടെന്ന് വിധി പറഞ്ഞു നിൽക്കവേ അവന് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ കരുതലിന്റെ മഹത്വം വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, ദൈവത്തിന്റെ സ്വതന്ത്ര 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഏലിയാവിന് വേണ്ടി കരുതുന്ന ദൈവം മടുത്തു എന്ന് പറഞ്ഞ്, ജീവിതത്തിന്റെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ഇനി മുൻപോട്ട് യാത്രയില്ല, മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് മരണത്തെ മാത്രം കരുതിയിരിക്കുന്നവനെ ദീർഘയാത്ര ചെയ്യിപ്പിച്ച് അത്ഭുതങ്ങളെ ചെയ്ത് അവന് വേണ്ടത് അപ്പവും ഇറച്ചിയും കൊടുത്ത് അവനെ സംരക്ഷിച്ച് അവന് വേണ്ടി കരുതിയ ഒരു ദൈവം ഇന്ന് പകൽ നമ്മളെ കരുതുവാൻ അവൻ മതിയായ ദൈവമല്ലേ. സ്തോത്രമല്ലേ. നോക്കൂ, ദൈവം തന്റെ മക്കളെ ഇന്നും പുലർത്തുന്ന ദൈവമാണ്. സങ്കീർത്തന പുസ്തകം 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യവും സങ്കീർത്തനം 68-ാം സങ്കീർത്തനം 19-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം തന്റെ മക്കളെ എന്നും പുലർത്തുന്നവനാണ്, എന്നും കരുതുന്ന ദൈവമാണ്. ദൈവമക്കളെ, ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് സ്തോത്രമല്ല, ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരതൊടിക്കുന്ന ഈ സന്ദേശത്തിൽ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ടോ? ഈ വചനത്തിന് സമർപ്പിച്ചു കൊടുക്കുക. ജീവിതത്തിന് ഏത് ഭാരമാണോ, ഏത് പ്രയാസമാണോ, ഏത് വേദനയാണോ, ഏത് ദുഃഖമാണോ നിങ്ങൾ അനുഭവിക്കുന്ന മേഖലകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ ഈ സന്ദേശം വാക്യം നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ചെവിയിലും കേൾക്കുമ്പോൾ നിശ്ചയമായി വചനത്തിന് നിങ്ങൾ വിധേയപ്പെടൂ. ഇന്ന് പകൽ നിങ്ങളുടെ മേലൊരു വലിയ സാന്നിധ്യം ദൈവം ഇറക്കും. ഈ ദിവസം നിങ്ങളുടെ ദിവസമാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. രോഗശയ്യയിലോ ഏത് വിഷയത്തിനടുവിൽ ദൈവത്തിന് ഇന്ന് അത്ഭുതങ്ങളെ ചെയ്യാൻ ഓടിച്ചേർന്നൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചേ. ഈ പ്രാർത്ഥനാ
ശബ്ദം നിങ്ങൾ കേൾക്കുമോ, നിങ്ങൾ ആത്മാർത്ഥമായോട് ചെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾ ഒരു കരുതലുമില്ല എന്നോർത്ത് ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരുതലുകളെല്ലാം നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ വിടുതലുകളും ദൈവീയ കരുതൽ അവർ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആ കരുതൽ അവർ അനുഭവിക്കട്ടെ. ആ ദൈവീയ കരുതലേക്ക് എന്റെ ജനത്തെ കയറ്റി നിർത്തണമേ. അതിന് വിരോധമായി നിൽക്കുന്ന സകലത്തെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൂരീകരിച്ചിട്ട് ഈ പകലി വചനത്താലും കർത്താവെ ദൈവശബ്ദത്താലും നിന്റെ ജനത്തെ ആത്മാവിൽ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ച് ദൈവീയ ശബ്ദത്തിന് മുമ്പിലേക്ക് നിന്റെ ജനത്തെ കയറ്റി ആത്മാവിൽ അനുഗ്രഹിക്കുകയാണ്. ദൈവശബ്ദം അവർ കേട്ട് അവരെ അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിക്കട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നന്ദി. ഈ ശബ്ദന്റെ പ്രിയരെ നിങ്ങൾക്കൊരു അനുഗ്രഹവും ഒരു നന്മയെ മാറ്റിരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് വിരാമം കുറിക്കുന്നു. സർവ്വന്റെ വാനുവാദിയും ഒരുമിച്ച് അനുഗ്രഹിച്ച് ആസ്വദിക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.